എന്തൊക്കെയുണ്ട് സ്കൂളിൽ വിശേഷം? സൂപ്പറായി. പൊന്നുനിനി അമ്മ വാരി തരട്ടെ? ആ മോളെ, ഇനി അമ്മ വാരിത്തരും മോളെ. വേണ്ട, എനിക്ക് ശാരദ അമ്മ വാരി തന്നാ മതി. എന്താ ശാരദാമ്മ ഇവളിങ്ങനെ? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക, കുറേ നടക്കുന്നുണ്ട്, മാറി മാറി പോവാണ്, മിണ്ടുന്നേ ഇല്ല എന്നോട്. പൊന്നൂസേ, ഇനി ഇതാണ് നമ്മുടെ അമ്മ. ഞാൻ അമ്മ വാരിത്തരുവേ. എനിക്കിഷ്ടല്ല. എന്താ ശാരദാമ്മേ, ഞാൻ രണ്ടാം കല്യാണത്തിന് സമ്മതിച്ചത് ഈ പൊന്നുവിനെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്, അല്ലാതെ സ്വത്തൊന്നും കണ്ടിട്ടൊന്നും അല്ല. മോള് വിഷമിക്കണ്ട, അവളുടെ ഒരു പ്രകൃതം അങ്ങനെയാ. ആദ്യമൊന്നും അടുക്കില്ല, പിന്നെ പക്ഷെ വിട്ടുപോകത്തേ ഇല്ല. അങ്ങനെ അധികം നാളൊന്നും എന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റത്തില്ല, കണക്കൊക്കെ ഞാൻ മാറ്റിക്കളാം. ഇന്ന് നേരത്തെ വന്നോ മോനെ? ഇന്ന് നേരത്തെ ഇറങ്ങി. എനിക്ക് നാളെ വൈകുന്നേരം ഡൽഹി പോണം. ഞാനും വരുന്നു. അല്ല, പൊന്നൂനിവിടെ ക്ലാസ് ഉണ്ട്. അതിനെന്താ, ശാരദാമ്മ ഇല്ലേ? അത് ശരിയാ മോനെ, ഞാൻ നോക്കിക്കോളാം ഇവളെ. നിങ്ങൾ പോയിട്ട് വാ, മോളുടെ ഒരു ആഗ്രഹമല്ലേ ഇത്. ഏട്ടാ, നമുക്ക് പോവാം. അത് വേണ്ട, ഞാനും കവിത ഇവിടെ ഇല്ലാതിരുന്നാൽ ഇവളുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു വീക്കെൻഡ് ഔട്ടിങ് നടത്താം. എന്താ പറയുന്നത്? ഏട്ടൻ പറഞ്ഞാൽ ശരി. നമ്മളില്ലെങ്കിൽ മോള് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല. കുറെ ഹോംവർക്ക് ഉണ്ടോ ഇന്ന്? കുറച്ചുണ്ട്. അമ്മ അപ്പോഴേ പറഞ്ഞ് ഈ കല്യാണം വേണ്ടാന്ന്, ഈ കൊച്ചൊരു പാരയാവുന്നു. ഇതുപോലൊരു മൂഷാട്ട് പിടിച്ചൊരു കൊച്ചിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശോ, നല്ലൊരു ട്രിപ്പ് ക്യാൻസലായി. സത്യം പറഞ്ഞാൽ രേഷ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു വിവാഹം കഴിക്കാത്തത് വന്നു കയറുന്ന പെണ്ണ് ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ നോക്കുമെന്ന് അറിയാന്നിട്ട. ഇപ്പൊ പിന്നെ താൻ മോളെ നല്ലോണം സ്നേഹിക്കുന്നുണ്ടല്ലോ. അതെ ഏട്ടാ, പൊന്നുനെ കണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടെ, എനിക്ക് ഇനിയൊരു കുഞ്ഞ് വേണ്ടെന്നാണ്. നമുക്ക് പൊന്നുണ്ടല്ലോ. പൊന്നു മതി ഏട്ടാ. ഞാനിത് ഏട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. പൊന്നു മതി. നന്നായി.